എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് കൃഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റും എന്നെ വിളിച്ചു പറഞ്ഞ ഒരു ഇതാണ് ഞാനിന്ന് ചെയ്യുന്നത്. എനിക്ക് അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് കമൻസ്, നല്ല കമൻസ് വരുന്നത്. അത് കൂടുതലും അതിൻ്റെ റിസൾട്ട് കിട്ടിയവരാണ്. അതാണ് എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ അല്ല പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാമെന്ന് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ നമുക്കത് റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതൊക്കെ ചെയ്യുക. ഇന്നലെ കമൻറ്റൊക്കെ കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനകത്ത് ചിലരൊക്കെ ഞാൻ കുങ്കുമാതി തൈലത്തിൻ്റെ ബ്രാൻഡ് എൻ്റെ കയ്യിലിരുന്ന് അതിൻ്റെ ബ്രാൻഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ അതേ പറഞ്ഞ് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാണ്. ഒരു കുട്ടി ഇവിടെ വന്നപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു ബോട്ടിൽ എനിക്ക് തന്നത് കുറച്ചേ ഉള്ളായിരുന്നു. അതിൻ്റെ ആ ബ്രാൻഡിൻ്റെ നെയിമൊക്കെ അത് പോയേക്കുക. ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നു നിങ്ങളൊരു ഓൺലൈനിൽ വാങ്ങിക്കുക. അപ്പം നല്ല അത് തന്നെ ആ സെയിം കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കോട്ടയ്ക്കലോ വൈദ്യുതത്തിലോ ഒക്കെ ചോദിച്ചാലും നമുക്ക് കിട്ടും. അത് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന ബ്രാൻഡ്, ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന ബ്രാൻഡ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്ന ഒരു ബ്രാൻഡ് വാങ്ങിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ളത് നല്ലൊരു പാക്ക് വേണം, ആൻറ്റി ഏജിങ് പാക്ക് ചോദിച്ചിട്ടുണ്ട്, നല്ല സ്ക്രബ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചൊരു ഫേഷ്യൽ ആയാൽ എന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഫേഷ്യലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹോം റെമഡിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങും പോകാതെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന സൂപ്പർ ഒരു ഫേഷ്യലാണ്. സൂപ്പർ റിസൾട്ടാണ്. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നല്ല കളർ വരാനും ഗ്ലോ വരാനും ടാനൊക്കെ പോകാനും കരിവാളിപ്പ് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്കിത് കൂടുതൽ സംസാരിച്ചിങ്ങനെ വലിച്ചു നീട്ടണ്ട. അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇത് നമ്മൾ തക്കാളി, അറിയാമല്ലോ എല്ലാവർക്കും തക്കാളി. ഇനി ഓരോന്നിനും സംശയമാണ്. തക്കാളിയാണിത്. അത് വെച്ചാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്ക്രബാണ്. ഇത് നമ്മൾ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് തുടച്ച് ഡ്രൈ ആയ സ്കിന്നിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയുടെ പൾപ്പാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ തക്കാളിയുടെ പൾപ്പ് എടുക്കുക. അകത്തുള്ള തക്കാളിയുടെ നന്നായിട്ടുള്ള പൾപ്പ് അതിനുശേഷം നമുക്കിതിനകത്ത് വരുന്നത് കുറച്ച് പഞ്ചസാരയാണ്. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചും കൂടെ നമുക്ക് എടുക്കാം. നല്ല കുറച്ച് പഴുത്തതല്ല, നല്ല പഴുത്ത തക്കാളി വേണം. എന്നാലും അതിൻ്റെ ഇത് വരുത്തുള്ളൂ നന്നായിട്ട്. നന്നായിട്ട് ആ പൾപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാരയായിട്ട് വരുമ്പോൾ നല്ലൊരു സ്ക്രബാണ്. വളരെ നല്ലതാണ്. സ്കിന്നിന് നല്ല കളർ വയ്ക്കാനും നല്ല ക്ഷീണം മാറാനും ഒക്കെ. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വരികയെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ നമുക്കിത് ഇടുന്നത് ഭയങ്കര ഒരു സൂപ്പർ നല്ലൊരു ഗ്ലോയും തണുപ്പും ഒക്കെ കിട്ടും. ആ ക്ഷീണമൊക്കെ മാറും. ഫേസിന് ടാൻ ഒക്കെ മാറി നല്ല കരിവാളുമൊക്കെ മാറി നന്നായിട്ട് ഇരിക്കാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം പൾപ്പ് എടുത്തു വെച്ചില്ല, നിങ്ങളെ കാണിക്കാൻ. ഇനി എന്തുകൊണ്ടാണ് ചെയ്തത്, തക്കാളി എങ്ങനെ ഇരിക്കുന്നു, അല്ലെ എന്തുവാണ് എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തോന്നാം. പൊട്ടൊക്കെ മാറ്റി ഞാനിപ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ടില്ലെന്ന് പറയുന്നില്ല, കൈ കൊണ്ട് നന്നായിട്ട് നിങ്ങൾ അതിനേക്കാൾ ഇപ്പോൾ സ്പൂൺ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടുന്നത് കൈ കൊണ്ട് നന്നായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. നന്നായിട്ട് നമുക്ക് ചെയ്യാം. ഫേസൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ലൊരു തണുപ്പാണ്. നമുക്ക് നല്ല തണുപ്പ്, നല്ല സുഖമാണ്. നമുക്ക് വേറെ ഒരു കെമിക്കലും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. അറിയാമല്ലോ, ഒരു കെമിക്കലും ഇല്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സർവ്വസാധാരണമായ ഒരു സാധനമാണ് തക്കാളി. കഴുത്തും ചെയ്യാം. ഇപ്പം ഞാൻ കഴുത്ത് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തും കൂടെ ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ഡ്രസ്സെല്ലാം നനയും. ഇത് നമ്മൾ ചെയ്യാനുള്ളത് മസാജ് ചെയ്യണം. ചെറിയ രീതിയിലൊരു മസാജും കൊടുക്കുക. നന്നായിട്ട്
ആ കണ്ണിൻ്റെ അടിയിലൊക്കെ വളരെ നല്ലതായിട്ട് നമുക്ക് ഇതിടാം. ആ പഞ്ചസാരയുടെ ആ തരിതരിപ്പ് കൊണ്ട് ഭയങ്കര നല്ല ഒരു സ്ക്രബിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്താവും. നല്ലോണം പ്രസ് ചെയ്ത് തന്നെ നന്നായിട്ട് ചെയ്യാം. കഴുത്ത് കൂടെ ചെയ്യണം. എന്ത് നമ്മൾ ഫേസ് ചെയ്താലും കഴുത്ത് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഇത് ഡ്രൈ ആവുന്നവരെയും വയ്ക്കാം. അതൊരു പാക്ക് പോലെ ആയിപ്പോവും. നമ്മളിപ്പം ഫേഷ്യൽ ചെയ്യുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതിരി കോട്ടൺ എടുത്ത് തുടയ്ക്കുക. ഞാനങ്ങ് തുടയ്ക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് ചെയ്യാം. നല്ല ക്ലീനാകും ഫേസ്. കണ്ണിൻ്റെ അടിയിൽ ഭാഗത്തുമൊക്കെ നന്നായിട്ട് ചെയ്യുക. ശരി. ഇതൊന്നും പക്ഷേ ഒരിക്കലും കഴുകിക്കളയരുത്. നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഉടനെ കഴുകരുത്. നമ്മളൊരു നനഞ്ഞ കോട്ടണോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് എന്തെങ്കിലും സാധനം വെച്ച് തുടച്ചിട്ട് ടവൽ വെച്ച് അങ്ങ് മാറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഫേഷ്യൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യുന്നത് നമ്മളൊരു മസാജാണ്, ഫേഷ്യൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് കാണിക്കുന്നത് നിങ്ങൾക്കിത് മൊത്തമായിട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സ്ക്രബ് മാത്രം ചെയ്താൽ മതി, സ്ക്രബ് ചെയ്യാം. മസാജ് മാത്രം ചെയ്യണം, മസാജ് ചെയ്യാം. പാക്ക് ഇടണമെങ്കിൽ പാക്ക് ഇടാം. അങ്ങനെ 3 ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് ഇത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാൽ മാത്രമേ ഇതെല്ലാം മൊത്തവും കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. ഞാൻ ആദ്യം അത് പറയണമെന്ന് വിചാരിച്ചതാ. നിങ്ങൾ ഓട്ടിച്ച് ചെയ്യരുത്. ഇതിനകത്ത് സ്ക്രബ് കാണിക്കുന്നുണ്ട്, മസാജ് കാണിക്കുന്നുണ്ട്, പാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടണമെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നിങ്ങളത് കാണുന്നതിനോടൊപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പിന്നെയും നിങ്ങൾക്ക് വീഡിയോകൾ ഇട്ട് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് മസാജിങ്ങിന് എല്ലാ വീട്ടിലുള്ള സാധനമാണ് പപ്പായ. ഇനി അത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇല്ലല്ലോ. പപ്പായ താണ്ട് കണ്ടിട്ട് നോക്കിക്കോ. പപ്പായ നല്ല പഴുത്ത പപ്പായയാണ്, നല്ല തിന്നാൻ തോന്നുന്ന പപ്പായയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പപ്പായ. എനിക്ക് ആപ്പിളും മുന്തിരിങ്ങയും ഓറഞ്ചും ഒന്നും അല്ല ഇഷ്ടം. എനിക്ക് ഈ പപ്പായ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ പപ്പായ കഴിക്കും. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ 2 ദിവസത്തിന് മുന്നേ പോയപ്പോൾ അവിടെ ഇങ്ങനെ പഴുത്ത പപ്പായ നിൽക്കുന്നു. അങ്ങനെ അവളുടെ നിന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് എവിടെ കണ്ടാലും പപ്പായ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവൾ എനിക്ക് പാക്ക് ചെയ്ത് തന്നതാണ് പപ്പായ. അതിൻ്റെ നല്ല പഴുത്ത ഭാഗമാണ്. ഇത് കഴിക്കുന്നതും നല്ലതാണ്. ഇത് നമ്മൾ സ്കിന്നിന് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ആൻറ്റി ഏജിങ് ഒരു ഫേഷ്യൽ പോലെയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആകാനും ഗ്ലോ കിട്ടാനും കളർ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. കരിവാളിപ്പിനും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത് വെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ പൾപ്പാണ്. ഇത് നമ്മൾ ചുമ്മാ ഒന്നും അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ പൾപ്പ് ഇങ്ങനെ നന്നായിട്ട് ഉടയ്ക്കുക. ഇങ്ങനെയൊക്കെ ഇത് നല്ല പഴുത്തിരിക്കുകയാണ്. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കും. അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കുറച്ചുള്ളതൊക്കെ കഴിച്ചു. കുറച്ചെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഒത്തിരി ഇഷ്ടമാണ് ഈ കപ്പയ്ക്ക. ഇത് നല്ല പഴുത്തയായാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമായത്. നല്ല പഴുത്ത, പക്ഷേ ചിലർക്ക് അത്രയും പഴുത്ത ഇഷ്ടമല്ല, ചിലർക്കൊരു മീഡിയം പഴുപ്പ്. പക്ഷേ എനിക്ക് പഴുത്ത കപ്പയ്ക്ക ഇഷ്ടമാണ്, നല്ലോണം പഴുത്തത്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പയ്ക്ക എന്നാണ് ഇതിന് പറയുന്നത്. പപ്പായ എന്നല്ല, കപ്പയ്ക്ക എന്ന്. ചില സ്ഥലത്ത് ചില ആൾക്കാർ പറയും ഓമയ്ക്ക അങ്ങനെ പറയാറുണ്ട്. ഞങ്ങൾ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ പപ്പായ എന്ന് പറയുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ കപ്പയ്ക്ക എന്നാണ് പറയുന്നത്. നന്നായിട്ട് അങ്ങ് നമ്മൾ നല്ല പഴുത്തതായിട്ട് പിന്നെ നമുക്കിത് മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ച് ചെയ്താണ് ഞാൻ ഈ ഫേഷ്യൽ കാണിക്കുന്നത്. നല്ല എഫക്റ്റാണ്. നമുക്കൊന്ന് മസാജ് ചെയ്യാം. അത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ ഇവിടത്തേക്കിടാൻ കോട്ടൺ ഒന്നും എടുത്തില്ല, കുഴപ്പമില്ല. കോട്ടൺ തുണിയൊന്നും എടുത്ത് കഴുത്തിലോട്ട് വിട്ടിട്ടില്ല. ഇത് 2 കൈയിലും എടുത്തുവിട്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇത്രയൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്ര എടുത്തതേ ഉള്ളൂ. കൂടുതലല്ല, കുറച്ച് മതി. ഒരു ചെറിയ പീസ് എടുത്താൽ മതി.
നന്നായിട്ട് മസാജ് ചെയ്യുക. ഞാൻ എൻ്റെ ഫേഷ്യൽ മസാജ് ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് മസാജിങ് വീഡിയോ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്, ഫേസ് മസാജ്. ആ മസാജ് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ അധികമായിട്ടൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അത് നോക്കിയിട്ട് നല്ലോണം മസാജ് ചെയ്യുക. അതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മസാജ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ചെയ്യാം. പപ്പായ നല്ല ഗ്ലോയാണ്. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയുക അതിൻ്റെ റിസൾട്ട്. നമ്മൾ ക്രീമുകൾ എത്ര വില കൂടി കൊടുത്ത് ക്രീം വാങ്ങിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ല സൂപ്പർ എഫക്റ്റാണിത്. നല്ല ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല. നമ്മുടെ പപ്പായ നമ്മുടെ വീട്ടിൽ പിടിച്ച പപ്പായാണിത്. നന്നായിട്ട് ചെയ്യുക. എപ്പോഴും നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നമ്മൾ ചെയ്യണം. കണ്ണിൻ്റെ മസാജൊക്കെ ഞാൻ നന്നായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്യുക. കാണാമല്ലോ, മസാജിങ്ങും കൂടെ ഒരുപാട് മസാജ് ചെയ്താൽ ഈ വീഡിയോ ഒരുപാട് നീളമായി പോകും. അതുകൊണ്ട് ഞാൻ അധികം ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ മസാജിങ് വീഡിയോ നോക്കുക. മസാജ് മാത്രമുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് രണ്ട് മൂന്ന് ദിവസത്തിന് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ മസാജിങ് നിങ്ങൾ നോക്കി നന്നായിട്ട് നിങ്ങൾ ചെയ്യുക. അത്രയും മസാജിങ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ടൈം വരും. അപ്പോൾ പിന്നെ ഈ വീഡിയോ അങ്ങ് നീണ്ടു പോകും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. നിങ്ങളത് നോക്കി ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് മസാജ് ചെയ്താലും മതി. എന്നാലും നിങ്ങൾ ആ മസാജിങ് നോക്കിയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല ഗ്ലോ വരും. ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഉടനെ തുടച്ച് കളയല്ലോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ രീതിയിലുള്ള ഗ്ലോ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ കഴുത്തും കൂടെ ചെയ്യുക. നല്ലൊരു മസാജിങ് കൊടുക്കുക. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് കപ്പയ്ക്ക. നമ്മൾ ഇതിങ്ങനെ ഫേസിലോട്ട് ഇടുമ്പോൾ നല്ല കൂളിംഗ്, നല്ല ഗ്ലോയാണ്. നമ്മുടെ ടാൻ, കരിവാളിപ്പൊക്കെ മാറാൻ വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് കപ്പയ്ക്ക. കപ്പയ്ക്ക എന്ന് തന്നെ ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്ന വാക്ക് തന്നെയാണ് നിങ്ങളോട് പറയാം. നിങ്ങൾ പപ്പായയോ ഓമയ്ക്കോ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എല്ലാം ഒന്ന് തന്നെയാണ്. പല സ്ഥലങ്ങളിൽ പലതാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത്രയും മസാജ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് 1-2 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ മസാജ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാനിത് ക്ലീൻ ചെയ്യുകയാണ്. വെള്ളത്തിൽ മുക്കി ഞാൻ കുറച്ച് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യണം. നല്ല മസാജിങ് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് ഗ്ലോ കൂടുന്നത്. എനിക്കിപ്പോൾ അത്രയും വയ്ക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനിതിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോഴെങ്കിലും തീരത്തില്ല. എല്ലാ ഭാഗവും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് തന്നെ ആ പപ്പായയുടെ ആ മസാജിങ് ചെയ്ത് ഞാനങ്ങനെ ചെയ്തില്ല. പക്ഷെ കുറച്ച് തന്നെ ചെയ്തപ്പോൾ തന്നെ നല്ല ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുമായിരിക്കും. നോക്കുക, നന്നായിട്ട് ടൗണിട്ട് തുടയ്ക്കുക. വെള്ളം ഒഴിച്ച് കഴുകിക്കളയരുത്. മുഖത്തിനൊരു ഗ്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് വീഡിയോ കാണുന്നത് എനിക്കറിയത്തില്ല. ഒരു ഗ്ലോ, പക്ഷെ എനിക്ക് നോക്കിയിട്ട് ഒരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട് ഇതിനകത്തൂടെ നോക്കിയപ്പോൾ. നല്ല ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് പാർലറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞാൻ ഈ ഫേഷ്യലും ഞാൻ അധികം ചെയ്യാത്ത ഒരാൾ. ഞാൻ ഇത് ചെയ്യും. ഇത് പപ്പായ, തക്കാളി, പിന്നെ സ്ക്രബ്, അരിപ്പൊടിയൊക്കെ ഇട്ടുള്ള സ്ക്രബ്, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ തക്കാളിയിൽ പഞ്ചസാര ഇടുന്നത് വളരെ നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്കിതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ സ്കിന്ന് ഇത്രയും നാളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. നിങ്ങൾ കുറച്ചുകൂടെ മസാജൊക്കെ ചെയ്യാം. ഇനി നമ്മളിടുന്നത് ഒരു പാക്കാണ്. അത് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മുട്ട കണ്ട, ഇത് കുഞ്ഞു മുട്ടയാണ്. സാധാരണ വലിയ ഇത് നാടൻ മുട്ടയാണ്. ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ മുട്ട വെച്ച് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ അതല്ല, നമുക്ക് കടയിൽ കിട്ടുന്ന മുട്ട മതി. ഈ ഒരു മുട്ടയെന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻറ്റ്, യോഗ അക്കാഡമിയിലെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് അവരുടെ വീട്ടിൽ കോഴിയുണ്ട്, നല്ല മുട്ടയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ നിന്ന് അതെനിക്ക് കൊണ്ടുതരും. അതിലൊരു മുട്ടയാണ് ഇത്. കണ്ടോ, നാടൻ മുട്ട. അത് ഞാനിപ്പോൾ അതിനകത്ത് ഒരെണ്ണം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ മുട്ട കാണിച്ചത്. അതിൻ്റെ മുട്ടയുടെ വെള്ള കരുവാണ്, വെള്ള എഗ് വൈറ്റ് ആണിത്. എഗ് വൈറ്റ് നിൽക്കുന്നതാണ് എഗ് വൈറ്റ്. ഇതിനകത്ത് ചെയ്യേണ്ടത് ഇനി
അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ പുട്ടിൻ്റെയോ എന്തത്തിൻ്റെ ആയാലും മാവ് മതി. നമ്മൾ ഇത് പൊടിച്ചെടുത്ത പൊടിയാണ്. നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടി, നമ്മളിവിടെ പൊടിക്കാറില്ല, പൊടിച്ച് നമ്മൾ പുട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന മാവാണ് ഇത്. അതല്ല നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന മാവായാലും മതി. അതിൻ്റെ 1 സ്പൂണാണ് അത്. നമ്മളത് എത്ര നമുക്ക് മിക്സ് ചെയ്യണോ അതനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്യാം. എൻ്റെ ഫേസിന് അത്രയ്ക്ക് കുറച്ച് മതി. അതുകൊണ്ട് അത് നല്ല ഒരു ക്രീമി ഒരു പരുവം ആകണം. അതനുസരിച്ച് നമ്മളത് നിങ്ങളിങ്ങനെ ഇതുപോലൊക്കെ ഉള്ളത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നല്ല കെയർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഈ വരകളും ചുളിവുകളും ഒക്കെ നമ്മൾ കുറച്ച് ഏജ് ആയാലും നമുക്ക് കുറച്ച് യങ്ങായിട്ടിരിക്കാൻ പറ്റും. നമ്മൾ കൂടുതൽ കെമിക്കൽ കടയിൽ നിന്ന് പാക്കറ്റിൽ കിട്ടുന്നത് വാങ്ങിച്ച് ഉപയോഗിക്കാറ് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അരിപ്പൊടിയല്ലേ. ഇതാണ്ട നിങ്ങൾ നമ്മളെവിടെ ക്രീമിട്ട് ചെയ്യുന്ന അതേ ക്രീമിൻ്റെ അതേ പരുവായി കണ്ടോ. നിങ്ങൾക്കിത് ചുമ്മാ ഈ ഫേഷ്യലൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ പാക്ക് മാത്രവും ഇടാം. പക്ഷേ നിങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഈ ഫേഷ്യൽ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും പോകണ്ട. ഒരു പാർലറിൽ ഒന്നും പോകാതെ, പാർലറിൽ പോകുന്നതിനല്ല ഞാൻ പറഞ്ഞത്, ഞാനും പാർലർ നടത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പണം ലാഭിക്കാം. പല പല കാര്യങ്ങളുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ അരിപ്പൊടി വേണം, ഒന്ന് കട്ടായിട്ട് വെച്ച്. പിന്നെ അതിൻ്റെ കൂടി ഇപ്പം നമ്മളത് ഓയിലി സ്കിന്നാണെങ്കിൽ ഇത്രയും മാത്രം മതി. അരിപ്പൊടി ആൻഡ് എഗ് വൈറ്റ്. ഇപ്പം നമ്മൾ കുറച്ച് നോർമൽ ഡ്രൈ നോർമൽ സ്കിന്നാണെങ്കിൽ ഇത്തിരി ഓയിൽ കണ്ടന്റ്, ഓയിൽ എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കാം. തേൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടായത് കൊണ്ട് ഞാൻ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നു. അല്ലാതെ ഇനി ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിലേ പറ്റത്തോളം എന്ന് വിചാരിക്കേണ്ട. ഒരു ശകലം ഒരു ഓയിൽ ഇത് വരാൻ വേണ്ടി മാത്രം, ഒരു മയം വരാൻ വേണ്ടി മാത്രമാണ് ഇത് നോർമൽ സ്കിന്ന്. പക്ഷേ നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഓയിൽ ഇതിൻ്റെ വേണ്ട. ഇത് രണ്ടും മാത്രം, എഗ് വൈറ്റും അരിപ്പൊടി മാത്രമാണ്. ഞാനിപ്പോൾ ഇതിനകത്തൊരു ശകലം ചേർത്തതാണ്. നമുക്കിത് അപ്ലൈ ചെയ്യണം. നല്ല ഡ്രൈ ആയ സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാൻ. വളരെ നല്ല എഫക്റ്റാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ചിലപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് വരും. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല വലിച്ചിലായിരിക്കും. അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടിങ്ങനെ ഉണങ്ങി നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷെ അങ്ങനെ വരണം. ഇതിട്ടുകൊണ്ട് അധികം നമ്മൾ സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കരുത്, ചുളിവുകൾ വരും. നല്ല ചുളിവൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണിത്. ഒരുപാട് ചെറിയ ചെറിയ ഹെയർ പോലും ഇതിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ അത്രയും നല്ല എഫക്റ്റ് ഉള്ള ഒരെണ്ണമാണ് അരിപ്പൊടി എഗ് വൈറ്റ്. അപ്പം നമുക്ക് ഇടുന്നതിന് മുമ്പേ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അധികം സംസാരിക്കാതിരിക്കുക ഉണങ്ങിയ ശേഷം. അല്ലാതെ കുഴപ്പമില്ല. നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ബ്രഷിൻ്റെയും ആവശ്യം നമുക്ക് സ്കിന്നിനകത്ത് ഫേസിൽ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ പുറത്തൊക്കെ പാർലറൊക്കെ നടത്തുമ്പോൾ അവരിങ്ങനെ കൈകൊണ്ട് ഇടുന്ന നമുക്ക് അത്ര ഇതാകത്തില്ല. അതുകൊണ്ട് ബ്രഷൊക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾ. മുഖത്തും കഴുത്തിലും ഇടാം. പക്ഷെ മുഖത്ത് ഞാൻ കഴുത്തിൽ ഇപ്പോൾ ഇടുന്നില്ല. ഒരുപാട് ആൾക്കാർ കഴുത്തിൽ ചുളിവ്, കഴുത്തിൽ എന്തുവാ കറുപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് നല്ലതാണ്. ആ പപ്പായ ഫേഷ്യൽ നല്ല, പപ്പായയുടെ മസാജിങ് ഏറ്റവും നല്ലതാണ്. കമൻറ്റിൽ മിക്കപ്പോഴും ഉണ്ട് കഴുത്തിലെ കറുപ്പ് മാറാൻ, കഴുത്തിലെ ചുളിവ്, അത് പപ്പായൊക്കെ വെച്ച് ചെയ്യുക. ഞാൻ പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുമൊക്കെ നിങ്ങൾ ചെയ്യുക. ഇത് വളരെ നല്ല എഫക്റ്റാണ്. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യുക. നമുക്ക് ഇങ്ങനെ നോക്കി ചെയ്യുമ്പോൾ, നമ്മളല്ലാതെ കണ്ണാടി നോക്കി ചെയ്യുന്ന ഒരു സുഖം നമുക്ക് കിട്ടത്തില്ല. ഇത് ഇനി ഉണക്കും. ഇത് ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ട് വരുമ്പോൾ സൂപ്പറായിട്ട് നല്ലൊരു, നമ്മൾ എത്രയോ രൂപ കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ 10 മടങ്ങ് എഫക്റ്റാണ്. നമുക്കിപ്പോൾ പണം ലാഭിക്കാം, സമയം ലാഭിക്കാം. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ചെയ്തിട്ട് നമുക്കിപ്പം നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യുകയാണെങ്കിൽ അത്രയും സമയം നമ്മൾ അവിടെ ചിലവാക്കണം. ഇതിപ്പോൾ നമുക്കിത് ഇട്ടുകൊണ്ട് നമ്മുടെ വീട്ടിൽ ജോലികൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സ്ക്രബ് ഇട്ടുകൊണ്ട് നമുക്ക് ജോലികൾ ചെയ്യാം. പിന്നെ ഒത്തിരി നേരം മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഉണങ്ങുന്ന സമയത്ത് നമ്മളത്
ഡ്രൈ ആകുമ്പോൾ കഴുകിക്കളയാം. കഴുകിയല്ല, മസാജും ചെയ്ത് തന്നെ കളയാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആവാതെ ഇതൊന്നും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ ഡ്രൈ ആയിട്ട് മസാജ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി. അയ്യോ, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര വലിവ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. വായൊന്നും അനങ്ങുന്നില്ല, ഇവിടെ എല്ലാം വായിൽ ഞാൻ എഗ് അല്ലേ, എഗ് അരിയും കൂടെ ഭയങ്കര ടൈറ്റൻ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ. കൊളാജൻ കൂട്ടും, നല്ല ഭയങ്കരമായിട്ട് ടൈറ്റ് ആവുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളത് ഇടുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ, നല്ല വലിഞ്ഞ് മുറുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ടൈറ്റ് ആവും, നമ്മുടെ ചുളിവുകളൊക്കെ മാറി നല്ല ടൈറ്റ് ആവും സ്കിന്ന്. വളരെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ യങ്ങാകാൻ ഏറ്റവും നല്ലത് തന്നെയാണ്. അത് നിങ്ങൾ ഇട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ വാഷ് ചെയ്യുകയാണ്. കോട്ടൺ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒന്ന് വെള്ളം വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇളക്കി എടുക്കാനേ. നമുക്ക് പെയിൻ വരും, ഒരുമാതിരി വരവൊക്കെ പോലെ വന്നാൽ ചുമന്ന് പിങ്കിഷ് കളറൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കുതിർക്കണം. കുതിർത്ത് ഒരു മസാജ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കഴുത്തിലൂടെ നിങ്ങൾ ചെയ്തോ കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ കഴുത്തിലൂടെ ചെയ്യും. മസാജ് ചെയ്തെടുക്കുമ്പോൾ അത്രയും കുഴപ്പമില്ല. അപ്പോൾ ഒരു മസാജിങ്ങും കൂടെ കിട്ടും നമുക്ക്. എത്രത്തോളം നമ്മുടെ ഫേസിൽ എന്ത് പാക്ക് ഇട്ടാലും നമ്മൾ മസാജ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നല്ല വലിച്ചിലുണ്ട്. സ്കിന്നങ്ങ് ടൈറ്റാവും, ചുളിവുകളെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് നിങ്ങളൊരാഴ്ചയിലൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചെയ്യാം. നിങ്ങൾക്കിത് ചെയ്യാം. 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരമായ ഫേസിൻ്റെ ഉടമയാവും നിങ്ങൾ. ഒരു കെമിക്കലും ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരൊറ്റ കെമിക്കലിൻ്റെ ആവശ്യവും ഇല്ല. പിന്നെ ആൽമണ്ട് ഓയിൽ ഞാൻ ഉപയോഗിച്ചത് ഇവിടെ ഇരുന്നുകൊണ്ട്. പിന്നെ സ്കിന്ന് നോർമൽ ഡ്രൈ ഒക്കെയാണ് അത് ഉപയോഗിക്കുക. ഓയിലിയാണ് ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മുടെ എഗ് വൈറ്റും അരിപ്പൊടിയും മാത്രം മതി. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, എൻ്റെ കണ്ണിൻ്റെ ഇടയിലൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ മേക്കപ്പ് എല്ലാം പോയി. സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും മേക്കപ്പ് ചെയ്യുന്ന ഒരാളും അല്ല. എന്നാലും നമ്മൾ ഇതിനകത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ലൈറ്റ് മേക്കപ്പ് ചെയ്തെങ്കിലേ അല്ലേ നിങ്ങൾക്ക് കാണുന്നതിനൊരു വൃത്തി വരുത്തുള്ളൂ. അതുകൊണ്ടാണ്. നല്ല കുറച്ചുകൂടെ നമുക്ക് കളർ വയ്ക്കും, ഒരു ഗ്ലോ വയ്ക്കും. നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനിയിപ്പോൾ ചോദിക്കും, അയ്യോ ടീച്ചർ വെളുത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടതാണ്, 1-2 കമൻറ്റ് ഞാൻ കണ്ടു. വെളുത്തിരിക്കുന്നത് ഇത് ചേഞ്ച് അറിയാൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കണം. വെളുപ്പിലും കറുപ്പിലും ഒരു കാര്യമില്ല. ആര് ചെയ്താലും അതിൻ്റെ ഗ്ലോ വരും. പിന്നെ വ്യത്യാസത്തിന് ഇപ്പം ഞാൻ വേറെ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്താൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. നല്ല ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് കഴുകണം. കഴുകല്ല, ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി. കുറച്ചുകൂടെ വേറെ ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ഇട്ട് തരാതെ പാക്കും മസാജ് ക്രീമും സ്ക്രബും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ ചിലപ്പോൾ പറയുന്ന ടീച്ചർ ഇടാനി എന്തെന്ന് ചോദിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കാണിച്ചത്. ഇടാൻ വേണ്ടിയല്ല സത്യത്തിൽ ഞാൻ ആദ്യം വന്നിരുന്നത്. അതാണ് ഞാൻ ഇതൊന്നും എടുത്തുകൊണ്ട് വരാനത്. ഇട്ട് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ വന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇട്ടു. വ്യത്യാസം ഉണ്ട്, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കുറേ സമയങ്ങൾ കൂടെ ഒക്കെ എഴുതുക. നിങ്ങൾക്ക് ഈ പാക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഒരു ഫേഷ്യൽ എഫക്റ്റ് ഇടുമ്പോൾ ആ മസാജും സ്ക്രബും എല്ലാം കൂടെ നിങ്ങൾ ചെയ്യുക. എല്ലാം കൂടി നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഈ മസാജിങ് എല്ലാം കൂടി ചെയ്യുക. അതല്ല പാക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ചെയ്യാം. മൊത്തമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ചെയ്യണം. ആഴ്ച ഒരിക്കലെങ്കിലും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം.
ഇനി വേറെ വെള്ളത്തിലൊന്നും വെള്ളമൊക്കെ എടുക്കാൻ പോകണം, അതുകൊണ്ട് വേറെ വെള്ളമില്ല. ഞാൻ ക്ലീൻ ചെയ്തതാ. സൂപ്പർ എഫക്റ്റ് ഉണ്ടോ? ഇതിൻ്റെ ഫേസ് എന്താ ഫേസിൻ്റെ ക്ലീനാവും, സൂപ്പർ. നമ്മുടെ ആ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ അങ്ങ് പോവും. നമുക്ക് ആ സ്ക്രബ് ഇടുമ്പോഴും പിന്നെ അരിപ്പൊടിയും നല്ല സ്ക്രബാണ്. അരിപ്പൊടി വെച്ചിടുമ്പോഴും നമ്മുടെ ഇവിടുത്തെ ആ കുരുകുരുപ്പോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് സൗകര്യച്ച് തുടയ്ക്കുക. നമ്മളൊരു പിങ്കിഷ് നല്ല കവിളൊക്കെ തുടുത്ത് നല്ല സൂപ്പറായിട്ട് വരും. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കും. ഈ 3 സ്റ്റെപ്പും സ്ക്രബും മസാജ് ഫേഷ്യൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ആഴ്ച ഒരിക്കലെങ്കിലും നിങ്ങളിത് ചെയ്യുക. എന്തൊരു സുഖം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എങ്ങാണ്ട് ഇടാം, പക്ഷേ ഇതിനൊന്നും ഇടേണ്ട കാര്യമില്ല. ഞാനിപ്പം ഇടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ബദാം ഓയിലോ എല്ലാം ഉണ്ടെങ്കിൽ ഇടാം. അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല നമ്മൾ വീട്ടിൽ നിൽക്കുകയില്ല, എവിടെയും പോകുന്നില്ലല്ലോ, വെയിലത്ത് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. പാർലറിൽ നിന്ന് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇടാം. ഇപ്പം നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സൂപ്പറായിട്ടിരിക്കും. അപ്പം നിങ്ങളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ നല്ല സുന്ദരികളായിരിക്കുക. സുന്ദരിയായാലും സുന്ദരനായാലും ആർക്കായാലും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല. നിങ്ങൾ നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഇത്തിരി സമയം, ഒരു അരമണിക്കൂറൊക്കെ എടുത്താൽ മതി. നിങ്ങൾക്ക് സുന്ദരമായിട്ട് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മൾ എങ്ങനെ ഒന്നും വാങ്ങിക്കാൻ പോകുന്നത്. വീട്ടിൽ നമ്മുടെ തക്കാളിയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തായാലും കാണും. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എഗ് വൈറ്റ് ഒക്കെ നമ്മൾ ഫ്രഷായിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. വെച്ചിരുന്ന് ചെയ്യുന്നതിനെക്കാട്ടില്ല ഫ്രഷ് അത് തന്നെയാണ്. ഇതെല്ലാം നമ്മൾ ഫ്രഷായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സൂപ്പറായിട്ട് ചെയ്ത് എല്ലാവരും നല്ല സുന്ദരന്മാരാവുക. പിന്നെ എല്ലാവരും നിങ്ങൾ ചെയ്ത് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വെറുതെ കണ്ടിട്ട് പോകരുത്. നിങ്ങൾക്കൊരു ലൈക്കും കൊടുക്കുക, നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, പിന്നെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ പറയുന്നതല്ലേ ഞാനിപ്പോൾ ഇട്ട് തരുന്നത്, അല്ലാതെ ഞാൻ പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരും. നിങ്ങളുടെ ഓരോ കമൻസുമാണ് ഞാൻ ചെയ്യുന്നത്. പതിയെ എല്ലാവരുടെയും കമൻറ്റിലുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.